ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഫോർത്ത് മൊഡ്യൂളിലെ എക്കോളജിയിലെ ഇന്ത്യയിലെ വനങ്ങൾ, ഫോറസ്റ്റ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. വനങ്ങൾ എന്താണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം തന്നെയില്ല, അല്ലേ? വനങ്ങളെ കുറിച്ചുള്ള പഠനത്തിനെ സിൽവോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വനങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി ഒരുപാട് നയങ്ങളും പോളിസികളും ഉടലെടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്ത്യയിലെ ദേശീയ വന നയം. 1988 നാഷണൽ ഫോറസ്റ്റ് പോളിസി നിലവിൽ വരുന്നത്. വന സംരക്ഷണത്തിലൂടെയും പരിപാലനത്തിലൂടെയും പരിസ്ഥിതി സ്ഥിരത നിലനിർത്തുക, അതുവഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് ദേശീയ വന നയം നിലവിൽ വരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിർത്തുന്ന വന നിയമങ്ങളെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട മറ്റൊരു നിയമമാണ് 1927 വന്ന ഇന്ത്യൻ വന നിയമം അഥവാ ഇന്ത്യൻ ഫോറസ്റ്റ് ലോ. ഇന്ത്യൻ ഫോറസ്റ്റ് ലോ 1927 അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന നിയമമാണ്. ഈ വനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വന്ന ഒരു നിയമമാണ്. അതിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ പിന്നെ 1980 വന്നു വന നിയമം അഥവാ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. വന സംരക്ഷണത്തിനും വനപ്രദേശങ്ങളിലെ കൂടുതൽ വനനശീലനം തടയുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റാണ് ഈ നിയമം മുന്നോട്ട് വെച്ചത്. 1980 ഇത് കൊണ്ടുവന്നത്. എന്നാൽ 88 ഇത് കുറച്ചുകൂടെ ഭേദഗതി ചെയ്ത് നിയമം ഉറപ്പാക്കിയത് 1988 ഈ നിയമം ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുകയും ചെയ്തു. 1972 മറ്റൊരു നിയമമാണ് വന്യജീവി സംരക്ഷണ നിയമം, അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് വനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പ് വരുന്നില്ല, പക്ഷെ ആ വനങ്ങളിലുള്ള മറ്റ് ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു നിയമം വരുന്നത്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. അപ്പൊ വനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല, പക്ഷെ ആ വനത്തിനുള്ളിലെ ജീവിക്കുന്ന വന്യജീവികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് മറ്റൊരു നിയമമാണ് 2006 വന്ന വന അവകാശ നിയമം, അതായത് ഫോറസ്റ്റ് റൈറ്റ് ലോ എന്ന് പറയുന്നത്. അത് ആദിവാസി വർഗത്തിന് വേണ്ടി വന്ന നിയമമാണ്. വനവാസികളുടെ വനഭൂമിക്കും വിഭവങ്ങൾക്കുമേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത്. മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട നിയമമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൂടെ വന്നിട്ടുണ്ട്. അത് 1986 ഇത് ഒരു വനവുമായി ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടാണ് ആദ്യം ഈ നിയമങ്ങളെ കുറിച്ച് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യയിലെ വിവിധ തരം വനങ്ങൾ എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള സംസ്ഥാനം ഏതെന്ന് നോക്കാം. അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വനങ്ങൾ കാണപ്പെടുന്നത്. എന്നാൽ ശതമാനാടിസ്ഥാനം നോക്കിയാൽ, വിസ്തൃതിയുടെ ശതമാനാടിസ്ഥാനം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വനങ്ങൾ കാണപ്പെടുന്നത് ഇന്ത്യയിൽ മിസോറാമിലാണ്. കൂടുതൽ വനങ്ങളുള്ളത് മധ്യപ്രദേശിലാണ്. ആ ഉള്ള വനങ്ങളുടെ ശതമാനം കണക്കാക്കിയെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മിസോറാമിലാണ്. വനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്, പേരുകൊണ്ട് അർത്ഥമാക്കുന്നത് ജാർഖണ്ഡിനെയാണ് വനങ്ങളുടെ നാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ വനമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആസാമിലെ പരിസ്ഥിതി സംരക്ഷകനായ ജാദവ് മൊലായ് പയ്യങ്ങാണ്. ഇനി ഇന്ത്യയിലെ വിവിധ തരം വനങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം. വ്യാപകമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖലകളുടെയും മഴ ലഭ്യതയുടെയും അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വനങ്ങളെ പ്രധാനമായിട്ടും 5 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നാച്ചുറലായിട്ട് ഉണ്ടായ വനങ്ങളെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ അല്ല. നാച്ചുറലായിട്ട് സ്വാഭാവിക വനങ്ങളും അത് കാണപ്പെടുന്ന കാലാവസ്ഥ മേഖലയുടെ അടിസ്ഥാനത്തിലും അവിടെ ലഭ്യമാകുന്ന മഴയുടെ അടിസ്ഥാനത്തിലുമാണ് വനങ്ങളെ പ്രധാനമായിട്ടും 5 ടൈപ്പായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്താണ് ഉഷ്ണമേഖല നിത്യഹരിത മഴക്കാടുകൾ, അതുപോലെ തന്നെ ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത മഴക്കാടുകൾ. രണ്ടാമത്തെ ടൈപ്പാണ് ഇലപൊഴിയും വനങ്ങൾ അഥവാ മൺസൂൺ വനങ്ങൾ. മൂന്നാമത്തെ ഉഷ്ണമേഖല മുൾക്കാടുകൾ. നാലാമത്തത് പർവ്വത വനങ്ങൾ. അഞ്ചാമത്തത് കടലോര ചതുപ്പ് വനങ്ങൾ. ഇതാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ വനങ്ങളുടെ ക്ലാസിഫിക്കേഷൻ. പ്രധാനമായിട്ടും ഈ 5 തരത്തിലാണ് ഇന്ത്യൻ വനങ്ങളെ ക്ലാസിഫൈ ചെയ്തത്. എന്താണ് ഉഷ്ണമേഖല നിത്യഹരിത മഴക്കാടുകൾ അഥവാ ട്രോപ്പിക്കൽ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റുകൾ? എപ്പോഴും പച്ചപ്പ് കാണപ്പെടുന്ന മഴക്കാടുകളാണ്. 200 സെന്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായിരിക്കും. അവിടുത്തെ വാർഷിക ശരാശരി ഊഷ്മാവ് എപ്പോഴും 22 ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ളതായിരിക്കും. ആ പ്രദേശം ട്രോപ്പിക്കൽ ഉഷ്ണമേഖലയായിരിക്കും. അതുപോലെ തന്നെ ആർദ്ര മേഖലയായിരിക്കും. എന്താണ് ആർദ്ര മേഖല? മോയിസ്റ്റ് കണ്ടന്റ് എപ്പോഴും ഉള്ള പ്രദേശങ്ങളായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഉഷ്ണമേഖല നിത്യഹരിത മഴക്കാടുകൾ കാണപ്പെടുന്നത്. അരുണാചൽ പ്രദേശിലും മേഘാലയയിലും അസം, നാഗാലാൻഡ്, പശ്ചിമഘട്ടം, ഹിമാലയത്തിലെ പ്രദേശങ്ങൾ, ആൻഡമാൻ ദ്വീപസമൂഹങ്ങൾ എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് ഉഷ്ണമേഖല നിത്യഹരിത മഴക്കാടുകൾ കാണപ്പെടുന്നത്. ഹാസി ജയന്തിയ കുന്നുകളിലും ഉഷ്ണമേഖല നിത്യഹരിത മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. ഈ പ്രദേശത്തെ മരങ്ങൾക്ക് തീവ്രമായ വളർച്ചയുണ്ട്. ഏകദേശം
ഇവിടെയുള്ള മരങ്ങളെല്ലാം ഏകദേശം 60 മീറ്റർ ഉയരത്തിൽ വളരുന്ന മരങ്ങളായിരുന്നു. ഈ പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന മരങ്ങളാണ് ഈട്ടി അഥവാ ഇന്ത്യൻ റോസ്വുഡ്, ആഞ്ഞിലി അഥവാ അയനി, കരിമരുത് അഥവാ എബനി, ചന്ദനമരം, ഗർജൻ അഥവാ ഡെപ്റ്ററോകാർപ്പസ്, ദെൻ മഹാഗണി, മുള തുടങ്ങിയതൊക്കെ പ്രധാനപ്പെട്ട സസ്യജാലമാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്ന മരങ്ങളാണ്. എല്ലാത്തരം സസ്യജാലങ്ങളും ഇവിടെ സമൃദ്ധമായിട്ട് കാണപ്പെടുന്നുണ്ട്. മരങ്ങളും കുറ്റിച്ചെടികളും പിന്നെ വള്ളിപ്പടർപ്പുകളൊക്കെ ചേർന്നൊരു ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഫോം ചെയ്ത് വെളിച്ചം കുറവായിട്ടുള്ള രീതിയിലൊക്കെ വളരെ തിക്കായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ആനകൾ, കുരങ്ങുകൾ, ലെമറുകൾ തുടങ്ങിയാണ് ഈ പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന സാധാരണ മൃഗങ്ങൾ. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. അതായത് ഈ പ്രദേശങ്ങളിൽ മഴ കുറച്ച് ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളെയാണ് ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിൽ തന്നെ മഴ കുറച്ച് മാത്രം ലഭിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാവില്ല. അവിടെ വളരുന്ന മരങ്ങൾക്ക് താരതമ്യേന മറ്റൊന്നും സച്ചതും ചെറിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അതാണ് ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. ഇത് കൂടുതലും ഇലപൊഴിയും കാടുകളായിരിക്കും. അതാണ് അർദ്ധ നിത്യഹരിതം. ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ അവിടുത്തെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുന്ന ഡെസിഡിയസ് ഫോറസ്റ്റ്, ഇലപൊഴിയും വനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും. അതുപോലെ മരങ്ങളും വള്ളിപ്പുറവും അതും കൂടെ മിക്സ് ചെയ്തിട്ട് വളരുന്ന സ്ഥലങ്ങളായിരിക്കും ഉഷ്ണമേഖല അർദ്ധ നിത്യ ഹരിത വനങ്ങൾ. വെള്ള ആഗിൽ അതായത് ഡൈസോസൈലം മലബാർക്ക, പൊള്ളോക്ക് അഥവാ ടെർമിനേലിയ ഇരിയോകാർപ്പ, കൈൽ എന്നറിയപ്പെടുന്ന ഒരു പൈൻ മരമാണ്. ചെറുപ്പൈൻ അല്ലെങ്കിൽ ബ്ലൂ പൈൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് കൈൽ തുടങ്ങിയൊക്കെയാണ് പ്രധാനപ്പെട്ട മരങ്ങൾ. ഇവിടെ കൂടുതലും ഇലപൊഴിയും കാടുകളാണ് കൂടുതലും കാണപ്പെടുന്നത്. അതാണ് അർദ്ധ നിത്യഹരിത വനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പം മഴ കുറച്ച് മാത്രം ലഭിക്കുന്ന നിത്യഹരിത വനങ്ങളുടെ ഭാഗങ്ങളാണ് ഉഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ. രണ്ടാമത്തെ ടൈപ്പ് വനമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും അല്ലെങ്കിൽ മൺസൂൺ വനങ്ങൾ. ട്രോപ്പിക്കൽ ഡെസിഡ്യൂസ് ഓർ മൺസൂൺ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ്. ഇലപൊഴിയും കാടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സീസൺ ആകുമ്പോൾ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകുന്ന മരങ്ങളായിരിക്കും കൂടുതലവിടെ വളരുന്നത്. ഹിമാലയത്തിന്റെ താഴ്ന്ന ചരിവുകളിൽ പശ്ചിമ ബംഗാൾ, ഛത്തീസ്ഗഡ്, ബീഹാർ, ഒറീസ അല്ലെങ്കിൽ ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇലപൊഴി മരങ്ങൾ കാണപ്പെടുന്നത്. ഇവിടുത്തെ മഴയുടെ ലഭ്യത എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്റർ ഇടയിലായിരിക്കും. 200 മുകളിലാണെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരിക്കും. 100നും 200നും ഇടയ്ക്ക് സെന്റിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതലും ഇലപൊഴിയും കാടുകളാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന ഒരു മരമാണ് തേക്ക്. തേക്കിന്റെ പ്രത്യേകം നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ടൈമായി ഇലയൊക്കെ പൊഴിഞ്ഞു പോകുന്ന അറിയാം. തേക്ക് ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന മരമാണ്. അതോടൊപ്പം ദേവദാരു, ബ്ലൂ ഗം, പാൽ ആഷ്, സാൽമരം, ചന്ദനം, യബണി, അർജുൻ, ഖൈർ, മുള തുടങ്ങിയ മരങ്ങളും ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. വരണ്ട ശൈത്യകാലത്തും വരണ്ട വേനൽക്കാലത്തും ഇതിലെ മരങ്ങൾ ഇലകൾ ഒഴിക്കുന്നത് കാണാൻ കഴിയും. നല്ല ശൈത്യകാലത്തും അതുപോലെ വേനൽക്കാലമാകുമ്പോൾ ഈ രണ്ട് സീസണിലും ഇലകൾ ഒഴിച്ചു കളയും. ഇനി ഇവിടെ ജലലഭ്യതയുടെ മഴയുടെ അടിസ്ഥാനത്തിൽ ഈ വനങ്ങളെ വീണ്ടും രണ്ടായിട്ട് തിരിക്കാം. ഈർപ്പമുള്ള അല്ലെങ്കിൽ ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും വരണ്ട ഇലപൊഴിയും കാടുകളെന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്താണ് ഈർപ്പമുള്ള അഥവാ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ, മോയിസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ്. ആ പ്രദേശത്തിന്റെ പ്രത്യേകത എപ്പോഴും മോയിസ്റ്റ് നിലനിൽക്കുന്ന പ്രദേശങ്ങളായിരിക്കും. അവിടെ എപ്പോഴും 100 മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളായിരിക്കും. തേക്ക്, സാൽ, ഹിഷാം, ഹുറ, മഹുവ, നെല്ലി, സമൂൽ, കുസും, ചന്ദനം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മരങ്ങളായിട്ട് അവിടെ കാണപ്പെടുന്നത്. ഈസ്റ്റേൺ ഹിമാലയത്തിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും ഭാഗങ്ങളിലും ഒഡീഷയിലും കാണപ്പെടുന്നു. ഈസ്റ്റേൺ ഹിമാലയത്തിന്റെ ഒരു ഭാഗത്തില് ഇലപൊഴിയും കാടുകൾ കാണാൻ കഴിയും. മോസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് കാണാൻ കഴിയും. അതുപോലെ ഹിമാലയത്തിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും ഒഡീഷയിലൊക്കെ ഇത് കാണാൻ കഴിയും. രണ്ടാമത്തെ ടൈപ്പാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ അഥവാ ഡ്രൈ ഡെസിഡിയസ് ഫോറസ്റ്റ്. ഇവിടെ മഴയുടെ ലഭ്യത 50 സെന്റിമീറ്റർ 100 സെന്റിമീറ്റർ ഇടയിലായിരിക്കും മഴ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വരണ്ട പ്രദേശമായിട്ട് കാണപ്പെടുന്നത്. മധ്യ ഡെക്കാൻ പീഠഭൂമി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങൾ, മധ്യപ്രദേശ്, രാജസ്ഥാന്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളിലുമാണ് കൂടുതലായിട്ടും വരണ്ട ഇലപൊഴി വനങ്ങൾ കാണപ്പെടുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ എന്ന് ചോദിച്ചാൽ അത് വരണ്ട ഇലപൊഴി വനങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്ന വനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വരണ്ട ഇലപൊഴി വനങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മൂന്നാമത്തെ ടൈപ്പ് വനമാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ, ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ്. ഇവിടുത്തെ മഴ ലഭ്യത എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ താഴെയായിരിക്കും. 50 സെന്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് കൂടുതലും മുൾക്കാടുകൾ രൂപപ്പെടുന്നത്.
വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ പ്രദേശങ്ങളാണ് ഇത്തരം ഉൾക്കാടുകൾ. പുല്ലുകളും കുറ്റിച്ചെടികളും കൂടുതലായിട്ട് കാണപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ പഞ്ചാബിലെ വരണ്ട അർദ്ധപ്രദേശങ്ങളും ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് എന്നീ പ്രദേശങ്ങളിലും കൂടുതലും ഉൾക്കാടുകൾ കാണപ്പെടുന്നു. വർഷത്തിന്റെ ഭൂരിഭാഗ സമയത്തും ഈ പ്രദേശ ചെടികൾ ഇലകൾ പൊഴിഞ്ഞ് കുറ്റിക്കാട് പോലെ കാണപ്പെടുന്നു. അതായത് ഒരു വർഷം എടുക്കുകയാണെങ്കിൽ അതിന്റെ മോസ്റ്റ് കേസിലും ആ വർഷത്തിന്റെ ഉടനീളവും ഇല പൊഴിഞ്ഞായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. ബബുൾ, വൈൽഡ് ഡേറ്റ് പാം, ഹൈവ്, വേപ്പ് തുടങ്ങിയവയാണ് പ്രധാന മരങ്ങൾ. ഈ മരങ്ങളുടെ താഴ്ഭാഗത്തായിട്ട് പുല്ലുവർഗത്തിൽപ്പെട്ട തുസോക്കി എന്നൊരു ഇനം ചെടി വളരുന്നുണ്ട്. അത് 2 മീറ്റർ ഹൈറ്റിൽ വളരുന്നുണ്ട്. അങ്ങനെ ഒരു പുൽമേട്, ഒരു വൈവിധ്യമാർന്ന പുൽമേട് കൂടി നമുക്ക് മുൾക്കാടിൽ കാണാൻ കഴിയും. 4ാമത്തെ ടൈപ്പ് വനങ്ങളാണ് പർവ്വത വനങ്ങൾ അഥവാ മൗണ്ടെയിൻ വനങ്ങൾ. മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് അറിയപ്പെടാറുണ്ട്. പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് മൗണ്ടെയിൻ വനങ്ങൾ എന്നറിയപ്പെടുന്നത്. പർവ്വതത്തിന്റെ ചരിവുകളിൽ നിന്നും പർവ്വത വനങ്ങൾ ഗണ്യമായി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതായത് പർവ്വതത്തിന്റെ മുകളിലോട്ട് പോകുന്തോറും ചരിവുകളിലും താഴ്ഭാഗത്തും കാണപ്പെടുന്ന വനങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഏകദേശം 1500 മീറ്റർ ഉയരം വരെ സാൽ, തേക്ക്, മുള തുടങ്ങിയ നിത്യഹരിത വനങ്ങൾ എവർഗ്രീൻ ഫോറസ്റ്റുകൾ കാണാൻ കഴിയും. പിന്നീട് ഉയർന്ന ചരിവുകളിലോട്ട് പോകുന്തോറും പൈൻ, ഫിർ, ഓക്ക് തുടങ്ങിയ ശീതോഷ്ണ കോണിഫർ മരങ്ങളായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ റോഡോഡെൻഡ്രോണുകളും ജൂനിപ്പറുകളും തുടങ്ങിയ ടൈപ്പ് മരങ്ങളായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ പ്ലാന്റുകളായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നീട് അവിടെ കുറച്ചുകൂടെ ഹൈറ്റിലെത്തുമ്പോൾ മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയും പുൽമേടുകളായിരിക്കും. അത് ഏകദേശം ആൽപൈൻ പുൽമേട്, മരത്തിന്റെ മുകളിലോട്ട് എത്തുന്തോറും ആ കൂളസ്റ്റ് പ്ലേസുകളാണ്. അപ്പൊ അവിടെ വളരുന്ന ഒരു തുന്ദ്ര റീജിയനൊക്കെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പുൽമേടുകളും മഞ്ഞുമലയും നിറഞ്ഞൊരു പ്രദേശമായിരിക്കും ഹിമാലയത്തിന്റെ മുകളിൽ എത്തുമ്പോൾ കാണപ്പെടും. പർവ്വത വനങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. വടക്കൻ പർവ്വത വനങ്ങളെന്നും തെക്കൻ പർവ്വത വനങ്ങളെന്നും രണ്ടായിട്ട് തിരിക്കാം. ഇതിൽ വടക്കൻ പർവ്വത വനം എന്ന് പറയുമ്പോൾ ഹിമാലയ പ്രദേശമാണ് ഉൾപ്പെടുന്നത്. ഉയരം കൂടുന്നതനുസരിച്ച് ഉഷ്ണമേഖല വനങ്ങളിൽ നിന്നും തുന്ദ്ര വനങ്ങളിലേക്ക് മാറ്റം കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞു, ഒരു മലയുടെ താഴ്വാരത്തിന്റെ മുകളിലോട്ട് പോകുന്തോറും മരങ്ങളുടെ ഡൈവേഴ്സിറ്റിയിലും അതിന്റെ സ്ട്രക്ചറിലും ഒരുപാട് വ്യത്യാസമാണ്. മുകളിൽ ഏറ്റവും ഇടതൂർന്ന മരങ്ങൾ കാണാൻ കഴിയും. മുകളിലോട്ട് തോറും തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ ജീവിക്കുന്ന പ്ലാന്റുകൾ തുന്ദ്ര റീജിയനുമായി, പോളാർ റീജിയനുമായി ഒരു റിസംബ്ലൻസ് കാണിക്കുന്ന രീതിയിലുള്ള വെജിറ്റേഷൻ ആയിരിക്കും അവിടെ കാണാൻ കഴിയുന്നത്. ഹിമാലയ മലനിരകൾ താഴ്വാരത്ത് എത്തുമ്പോൾ അത് പൊതുവെ അറിയപ്പെടുന്ന പേര് സിവാലിക് എന്നാണ്. ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഹിമാലയത്തിന് 3 രീതിയിലായിട്ട് തിരിക്കാം. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയുന്നത് താഴ്വാരമാണ് കൂടുതലും സിവാലിക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഭാഗങ്ങളിൽ, താഴ്വാരങ്ങളിൽ അല്ലെങ്കിൽ സിവാലിക് റീജിയനിൽ കൂടുതലും ഇലവഴി വനങ്ങൾ, ഡെസിഡിയസ് ഫോറസ്റ്റുകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു. പിന്നീട് ഉയരം കൂടുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഏകദേശം 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തെത്തുമ്പോൾ അർദ്ധ മിതോഷ്ണ വനങ്ങൾ, അതായത് മോയിസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേറ്റ് ഫോറസ്റ്റുകൾ കാണാൻ കഴിയും. പിന്നെ അതിൽ കൂടുതലും കാണപ്പെടുന്നത് ഓക്ക്, ചെസ്റ്റ്നട്ട് തുടങ്ങിയ മരങ്ങളായിരിക്കും കൂടുതലായിട്ട് വളരുന്നത്. പിന്നീട് വീണ്ടും ഒരു 1500-നും 1700 മീറ്റർ ഉയരത്തിലെ കുറച്ച് കൂടുതലായിട്ട് പൈൻ മരങ്ങളും ദേവദാര മരങ്ങളും വളരാറുണ്ട്. പിന്നീട് അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 2225 മുതൽ 3048 മീറ്റർ വരെ ഉയരത്തിൽ ബ്ലൂ പൈൻ മരങ്ങളും സ്പ്രൂസും കാണപ്പെടും. ഈ ഭാഗങ്ങളിൽ മിതോഷ്ണ പുൽമേടുകളും വനങ്ങളും കാണപ്പെടും. നേരത്തെ പറഞ്ഞ ടെമ്പറേറ്റ് പുൽമേടുകളും ഗ്രാസ് ലാൻഡുകളും ഫോറസ്റ്റുകളും കൂടുതലായിട്ട് കാണപ്പെടുന്നു. 3000-നും 4000 മീറ്ററിന് ഇടയിൽ കൂടുതലും തുന്ദ്രാ വനങ്ങൾക്ക് സമാനമായിട്ടുള്ള മോസസും ലൈക്കനും നിറഞ്ഞ ഒരു വനപ്രദേശമായിരിക്കും. തുന്ദ്ര റീജിയന് റിസംബ്ലൻസ് കാണിക്കുന്നതിലുള്ള മോസസും ലൈക്കനും കൂടുതലായിട്ട് കാണപ്പെടുന്ന റീജിയൻ ആയിരിക്കും. ഈ ഭാഗങ്ങളിൽ വടക്കൻ ചെരുവിനെ അപേക്ഷിച്ച് തെക്കൻ ചെരുവ് ഭാഗങ്ങളായിരിക്കും കൂടുതലും മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് അവിടെ ജൈവ വൈവിധ്യം വളരെ കൂടുതലായിരിക്കും. ഈ ഭാഗത്ത് വടക്കൻ ചെരുവിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കൻ ചെരുവിനായതുകൊണ്ട് ആ ഭാഗത്ത് ഡൈവേഴ്സിറ്റി വളരെ കൂടുതൽ. പർവ്വത വനങ്ങളുടെ 2ാമത്തെ ടൈപ്പാണ് തെക്കൻ പർവ്വത വനങ്ങൾ. തെക്കൻ പർവ്വത വനങ്ങൾ എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ 3 വ്യത്യസ്ത വനപ്രദേശങ്ങൾ ചേർന്നാണ്. അതായത് പശ്ചിമഘട്ടം, വിന്ധ്യ പർവ്വതനിരകൾ, നീലഗിരി വനങ്ങൾ. ഇത് 3 കൂടെ ചേർന്നിട്ടാണ് നമ്മൾ തെക്കൻ പർവ്വത വനങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉഷ്ണമേഖലയോട് ചേർന്ന് സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ ഉയരത്തിൽ കാണപ്പെടുന്ന പ്രദേശമാണ് ഈ പറഞ്ഞ പശ്ചിമഘട്ടവും വിന്ധ്യ പർവ്വതവും നീലഗിരിയും. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതലും മിതോഷ്ണ ടെമ്പറേറ്റ് സസ്യജാലങ്ങളാണ് കൂടുതലും ഹൈറ്റിൽ കാണപ്പെടുന്നത്. എന്നാൽ അതിന്റെ താഴ്ഭാഗങ്ങളിൽ ഉപോഷ്ണ അഥവാ സബ് ട്രോപ്പിക്കൽ സസ്യജാലങ്ങൾ ഡൈവേഴ്സിറ്റി കാണപ്പെടുന്നുണ്ട്. ഹൈറ്റിൽ കൂടുതലും ടെമ്പറേറ്റ് ഡൈവേഴ്സിറ്റിയും താഴ്ഭാഗങ്ങളിൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന ഡൈവേഴ്സിറ്റിയും കൂടുതൽ കാണപ്പെടും. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ നീലഗിരി
ആനമല, പളനി കുന്നുകൾ ഇവയിൽ കൂടുതലും മിതോഷ്ണ വനങ്ങളാണ് കാണപ്പെടുന്നത്. അത് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് ചോലവനങ്ങൾ അഥവാ ചോലാസ് എന്നറിയപ്പെടുന്നത്. അപ്പോ കേരളം, തമിഴ്നാട്, കർണാടകയിൽ വ്യാപിച്ചിടക്കുന്ന ഈ മലനിരകളിൽ കൂടുതലും നീലഗിരി, ആനമല, പളനിക്കുന്നുകളിൽ കൂടുതലും മിതോഷ്ണ വനങ്ങളാണ് കാണപ്പെടുന്നത്. ഇവയെ പൊതുവെ വിളിക്കുന്ന പേരാണ് ചോലവനങ്ങൾ അഥവാ ചോലാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സാമ്പത്തിക നേട്ടമുള്ള മരങ്ങളാണ് മഗ്നോളിയ, ലോറൽ, സിങ്കോണ, വാട്ടിൽ, കോമയുടെ മറന്നുപോയി, മഗ്നോളിയ, ലോറൽ, സിങ്കോണ, വാട്ടിൽ തുടങ്ങിയ മരങ്ങളൊക്കെ വാണിജ്യപരമായിട്ട് എക്കണോമിക്കലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള മരങ്ങളാണ്. ഇവ കൂടുതലും സത്പുര, മൈക്കല നിരകളിൽ കാണപ്പെടുന്നു. സത്പുര, മൈക്കല ഹിൽസ് കേട്ടില്ലേ, അവിടെയും ഈ പറഞ്ഞ മരങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു. അഞ്ചാമത്തെ ടൈപ്പ് വനങ്ങളാണ് കടലോര ചതുപ്പ് വനങ്ങളാണ്, ലിറ്ററൽ ആൻഡ് സ്വാം ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കൂടുതലും തണ്ണീർത്തടങ്ങൾ, വെറ്റ്ലാൻഡുകൾ ഒരുപാട് കാണപ്പെടുന്നു. അവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഈ ചതുപ്പ് വനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവ ഇന്ത്യയിൽ ഏകദേശം 3.0 മില്യൺ ഹെക്ടർ തണ്ണീർത്തട ഭൂമിയായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. അന്താരാഷ്ട്ര തണ്ണീർത്തട ഉച്ചകോടിയാണ് റംസാർ ഉച്ചകോടി. അത് പ്രകാരം ഇന്ത്യയിലെ 2 സ്ഥലങ്ങളായ ചിൽക്ക തടാകവും, ഒഡീഷയിലെ ചിൽക്ക തടാകവും ഭരത്പൂരിലെ രാജസ്ഥാനിലെ ഭരത്പൂരിലെ കിയാലാഡിയ നാഷണൽ പാർക്കും ഈ നീർപ്പറവ സംരക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതായത് തണ്ണീർത്തട ഭൂമിയിലെ 2 ഭാഗങ്ങൾ, അതായത് ചിൽക്ക തടാകവും കിയാലാഡിയ നാഷണൽ പാർക്കും നീർപ്പറവകളുടെ സംരക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി മാറ്റിവെച്ച അല്ലെങ്കിൽ അതിനുവേണ്ടി ഇതൊരു ഉടമ്പടിയാണ് അന്താരാഷ്ട്ര തണ്ണീർത്തട ഉച്ചകോടി, അതിനെ റംസാർ ഉച്ചകോടി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് റംസാർ ഉച്ചകോടി എന്ന് നോക്കാം. ചതുപ്പ് നഗരുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപപ്പെട്ടതാണ് ഈ ഒരു ഉച്ചകോടി. ഇറാനിയൻ സിറ്റിയായ റംസാറിൽ വെച്ച് 1971 ഫെബ്രുവരി 2-നാണ് ഈ ഉച്ചകോടി രൂപീകരിക്കുന്നത്. 1975 ഡിസംബർ 21 ഇത് പ്രാബല്യത്തിൽ വരികയും 1982 ഫെബ്രുവരി 1 മുതൽ ഇന്ത്യ ഇതിന്റെ ഭാഗമായി തീരുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിലെ 2 പ്രദേശങ്ങൾ ഇതിന്റെ കീഴിൽ പ്രവർത്തിച്ച് അവിടുത്തെ നീർപ്പറവ സംരക്ഷണത്തിന് വേണ്ടി മുൻകൈ എടുക്കാൻ തുടങ്ങി. ഇന്ത്യയിൽ പ്രധാനമായിട്ടും തണ്ണീർത്തടങ്ങൾ 8 വിധത്തിലാണ് കാണപ്പെടുന്നത്. ഒന്ന്, ഈ തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമിയിലെ അണക്കെട്ടുകളും തെക്ക് പടിഞ്ഞാറൻ തീരപ്രദേശത്തെ കായലുകളും മറ്റു തണ്ണീർത്തടങ്ങളും. രണ്ടാമത്തെ ടൈപ്പാണ് കച്ച് ഉൾക്കടൽ, രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ. മൂന്നാമത്തെ ടൈപ്പാണ് ഗുജറാത്തിൽ നിന്നും കിഴക്കോട്ട് മധ്യപ്രദേശ്, രാജസ്ഥാൻ, കിയൽ നാഷണൽ പാർക്ക് വരെയുള്ള സംസ്ഥാനങ്ങളിലെ ശുദ്ധജല തടാകങ്ങളും അണക്കെട്ടുകളും. പിന്നീട് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ ഡെൽറ്റ തണ്ണീർത്തടങ്ങളും കായലുകളും, ചിൽക്ക തടാകം ഉൾപ്പെടുന്ന ഭാഗം. ഗംഗ സമതലത്തിലെ ശുദ്ധജല ചതുപ്പ് നിലങ്ങൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങളും വടക്കുകിഴക്കൻ ഇന്ത്യയുടെയും ഹിമാലയൻ താഴ്വരയിലെയും ചതുപ്പുകളും ചെളിപ്രദേശങ്ങളും, കാശ്മീർ, ലഡാക്കിലെയും പർവ്വത പ്രദേശങ്ങളിലെ നദികളും തടാകങ്ങളും, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കണ്ടൽക്കാടുകളും മറ്റു തണ്ണീർത്തടങ്ങളും. ഇങ്ങനെ വിവിധ തരം വെറ്റ്ലാൻഡുകളാണ് നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം കാണപ്പെടുന്നത്. അപ്പോൾ ഈ തണ്ണീർത്തടങ്ങളിൽ കൂടുതലും വളരുന്ന ഒരു സസ്യവിഭാഗമാണ് കണ്ടൽക്കാട്. കണ്ടൽക്കാടുകൾ കാണപ്പെടുന്ന ഒരു വനം, കണ്ടൽ വനങ്ങൾ എന്ന പേരിൽ മറ്റൊരു ടോപ്പിക്കായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് കണ്ടൽ വനങ്ങൾ. കണ്ടൽ വനങ്ങളെ കുറിച്ചുള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയിലെ വിവിധതരം 5 തരം വനങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, പർവ്വത വനങ്ങൾ, പിന്നെ കടലോര ചതുപ്പ് വനങ്ങൾ. കടലോര തീരപ്രദേശങ്ങളിലും ശുദ്ധജല ഭാഗങ്ങളിലും കാണപ്പെടുന്ന കണ്ടൽ വനങ്ങളൊക്കെ ഇതിനകത്ത് ഒരു ഭാഗമായിട്ട് കാണും. അടുത്ത ക്ലാസ്സിൽ കണ്ടൽ വനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.